എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമാണ്. എന്തായാലും ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നാണ്, ലീഗ് നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. വനിതാ പ്രവർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുക്കാം, പക്ഷേ അമിത ആഹ്ലാദം വേണ്ട, പ്രകടനം വേണ്ട, നൃത്തം വേണ്ട എന്നുള്ള തരത്തിലാണ്. അത് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് ഒരു ശബ്ദ സന്ദേശമായി പുറത്തു വന്നിരിക്കുന്നത്. ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിലക്കിലേക്ക്, സ്ത്രീകൾക്ക്, വനിതകൾക്കെതിരായ ഒരു വിലക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്ന് തന്നെ കരുതാം. ആതിര, അഡ്വക്കേറ്റ് കുക്കു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് കുക്കു, ഇത് ലീഗിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു വിലക്ക് വന്നിരിക്കുകയാണ്. ഷാഫി പറമ്പിലിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കാം, പക്ഷേ അത് അതിന് കവിഞ്ഞു പോകരുത് എന്നുള്ളതല്ല, അവരുടെ റോഡ് ഷോയിൽ പോലും പങ്കെടുക്കരുത്, അവിടെ മൗന സാന്നിധ്യമായി നിൽക്കാം എന്ന് മാത്രം പറയുന്ന ഈ നിലപാടിനോട് യോജിപ്പുണ്ടോ? മത്സരത്തിൽ നിർത്തി ആ മത്സരത്തിൽ നിർത്തുന്ന സ്ഥലത്ത് സ്ത്രീകളുടെ ഭർത്താക്കന്മാരുടെ ജീവിത പങ്കാളിയുടെ പടം വെക്കുകയും ചെയ്യുന്ന രീതി നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പ്രതികരണം ഉണ്ടാവാന്നല്ലാതെ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തരത്തിലുള്ളൊരു ചിന്ത വന്നിട്ടില്ല. അപ്പം ഇതൊരു ഞാൻ പറയുന്നത് ലീഗിന്റെ മാത്രം പ്രശ്നമല്ല. ലീഗ് ഇത് വളരെ വ്യക്തമായിട്ട്, വളരെ വിസിബിൾ ആയിട്ട് ചെയ്യുന്നു. ബാക്കി ഇപ്പൊ നോക്കൂ, നമ്മളിപ്പോ ജയിച്ചു പോയ സ്ഥാനാർത്ഥികളെ നോക്കൂ. ഇവിടുത്തെ കേരളത്തിൽ നിന്ന് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, കേരളം ഒരു പുരുഷനായിട്ടാണ് നമ്മൾ ലോകസഭയിൽ ഇരിക്കുക, സ്ത്രീകളില്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വളം വെച്ച് കൊടുക്കുകയാണ്. സ്ത്രീകൾക്കുള്ള വിസിബിലിറ്റി പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ. അതുപോലെ തന്നെ ഇപ്പോ നമ്മള് ഈ പറയുന്ന മൂന്നാം മോദി മന്ത്രിസഭ വരെയാണ്. അവരുടെയൊക്കെ നയങ്ങൾ എന്താണ്? സ്ത്രീ സ്വാതന്ത്ര്യം, അർഹതി. അപ്പൊ അതിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ ലീഗും അതിനൊരു ചുക്കാൻ പിടിക്കുന്നു. ഇത് കാലാകാലങ്ങളായിട്ട് സ്ത്രീകളോടുള്ള ഒരു ഇടപെടല്, ലീഗാണെങ്കിലും ശരി, ഇപ്പം സംഘപരിവാറാണെങ്കിലും ശരി, ഏത് പാർട്ടികൾ എടുത്താലും സ്ത്രീകളോടുള്ള ഒരു നിലപാട് ഇത്തരത്തിലുള്ളതാണെന്നുള്ളത് വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് പ്രതിഷേധാർഹമാണ് എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കുന്നു. അഡ്വക്കേറ്റ് കുക്കു, ഇതിപ്പോൾ മതത്തിന്റെ പേര് പറഞ്ഞാണ് ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നത്. ഒരു പാട്ടിനൊത്ത് നൃത്തം ചെയ്താലോ അല്ലെങ്കിൽ ആഹ്ലാദത്തിൽ പങ്കുചേർന്നാലോ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഈ മതത്തിന്റെ പേരിലുള്ള ഇത്തരത്തിൽ വിലക്കുകൾ ഒരു തരം ഭയപ്പെടുത്തലാണ്. മതത്തിൽ എവിടെയാണ് ഇത്തരത്തിൽ റോഡ് ഷോ നടത്തരുതെന്ന് അല്ലെങ്കിൽ പ്രകടനങ്ങളിൽ പങ്കെടുക്കരുതെന്ന് പറയുന്നത് എന്നൊക്കെ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുതന്നെ മതപണ്ഡിതന്മാർ തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. എങ്കിലും ഇത്തരത്തിലുള്ള വിലക്കുകൾ വരുന്നത് മതത്തിന്റെ പേര് പറഞ്ഞാണ് എന്നുള്ളത് വളരെ ആശ്ചര്യകരമാണ്. കേട്ടില്ല എന്താ പറഞ്ഞത്? മതത്തിന്റെ പേരിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലീഗ് എന്നത് രാഷ്ട്രീയ പാർട്ടിയാണ്. ലീഗ് ഒരു മതപാർട്ടിയായിട്ടൊന്നല്ല അറിയപ്പെടുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ ഉള്ള അവരുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ലീഗ് അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു മതത്തിന്റെ ഉണ്ട് എന്നുള്ളത് നമുക്കങ്ങനെ എടുത്തു പറയാവുന്ന ചില സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അങ്ങനെയല്ല അവർ സ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരമൊരു പിന്നെ ഈ മതങ്ങള് എല്ലാ കാലത്തും സ്ത്രീകളെ എല്ലായിടത്തുനിന്നും, അത് ഇന്ന ഇസ്ലാം മതമോ അല്ലെങ്കിൽ ഹിന്ദു മതം അങ്ങനെയൊന്നുമില്ല, എല്ലാ മതങ്ങളും സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ മോശമായിട്ടുള്ള ഇടപെടലുകൾ പലപ്പോഴും നടത്തുന്നു. മതത്തിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും നടന്നു വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ പുറകോട്ടടിക്കും. 16-ാം നൂറ്റാണ്ടിലെ സ്റ്റാൻഡാണ് മതങ്ങൾ എപ്പോഴും എടുത്തിട്ടുള്ളൂ. അതിപ്പോ ഹിന്ദു മതത്തില് എങ്ങനെയാണ് സ്ത്രീകളെ വെച്ചിരിക്കുന്നത്? അതിപ്പം ഇസ്ലാം മതത്തിലെ പ്രശ്നം മാത്രമായിട്ട് എനിക്കിത് കാണാൻ പറ്റില്ല. അപ്പം മതങ്ങൾ പൊതുവെ സ്ത്രീകളോട് ഇങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ എം എൻ കാരശ്ശേരിയെ നമ്മൾ